വ്യൂവേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. പവിത്രം സീരിയലിന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ കമല സുധാകരൻ മാഷിന് ചായയുമായിട്ട് പാടത്തെത്തുകയാണ്. അപ്പം അവിടെ വന്നതും മാഷിനോട് പറഞ്ഞു, മാഷെ എങ്ങനെയാ ഞാൻ എൻ്റെ കഴുത്തി കിടക്കുന്ന ഈ താലി ഊരാനായിട്ട് മാഷ് സമ്മതിക്കുമോ? അതുപോലെയല്ലേ വേദയുടെ കഴുത്തിൽ കിടക്കുന്ന താലി പൊട്ടിക്കാൻ നമ്മൾ നോക്കിയാൽ അവള് സമ്മതിക്കുമോ മാഷെ? അത് മാത്രം മാഷൊന്ന് വിചാരിച്ചാൽ മതി. ഇനി അല്ല, മരുമകളുടെ മുന്നിൽ കാര്യങ്ങൾ തെളിയിക്കാനാണെങ്കിൽ മാഷ് ഈ താലി പൊട്ടിക്കാൻ പറഞ്ഞാൽ ആ നിമിഷം ഞാൻ ഈ താലി പൊട്ടിച്ച് കാണിക്കുമെന്നും കമല അവിടെ വെച്ച് സ്ട്രോങ് ആയിട്ട് മാഷിന്റെ അടുത്ത് പറയുക. ഇത് കേട്ടതും എൻ്റെ പൊന്നു കമലെ, നീ ഇനി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ഞാൻ നിന്നോട് പറഞ്ഞത് എന്താണെന്നോ, എങ്ങനെയെങ്കിലും ആ കുട്ടി അവളുടെ വീട്ടിലേക്ക് മടങ്ങി പോവാണെ പോട്ടടി. നമ്മുടെ മോനെ പോലെയുള്ള ഒരുത്തൻ്റെ കൂടെ എങ്ങനെയാ കുഞ്ഞ് ജീവിക്കുന്നത്? നിനക്കറിയാലോ, എനിക്ക് ആൺമക്കൾ 3 മൂന്നിനെ കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രയോജനങ്ങളൊന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് ഈ കൊച്ചുകൂടി കഷ്ടപ്പെടുന്നത് കാണാൻ വയ്യാത്ത കൊണ്ടാ. അതുകൊണ്ട് നീ ഇനിയെങ്കിലും എൻ്റെ മനസ്സ് ഒന്ന് മനസ്സിലാക്കെന്ന് പറഞ്ഞു. അങ്ങനെ കെട്ടിയോളും കൂടി ആ ഒരു തീരുമാനം എടുക്കുകയാണ്. ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിലോ നമ്മുടെ നന്ദിനി പെര തുടക്കാനായിട്ട് ഇങ്ങോട്ട് ആ ഒരു മോപ്പും ഒരു ബക്കറ്റ് വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങ് നടന്നു വരികയാണ്. ആ സമയമാണ് വേദ നല്ല ഉറക്കം ഉറങ്ങുന്നത് കാണുന്നത്. അല്ല, ഇത്രയും നേരമായി, 8 മണിയായി, ഇവൾക്ക് എഴുന്നേക്കാറായില്ലേ? അഹങ്കാരി വാതിക്കെ തന്നെ വന്ന് പാവരിച്ച് കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞു നേരെ ശ്രീജയുടെ അടുത്തേക്ക് ചെന്നു. ശ്രീജയോട് പറഞ്ഞു, ഏട്ടത്തി അത് കണ്ടില്ലേ, ആ അഹങ്കാരി പെണ്ണ് ഇത്രയും നേരമായിട്ടും എഴുന്നേറ്റിട്ടില്ല. 8 മണിയായി. അച്ഛൻ ഇവിടുന്ന് വരുന്ന സമയത്ത് അച്ഛൻ ഇവളിവിടെ കിടക്കുന്ന കാഴ്ച കണ്ടാൽ ഭയങ്കര പ്രശ്നമാകില്ലേ? അവളെ എങ്ങനെയെങ്കിലും ഒന്ന് എഴുന്നേപ്പിക്കെന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീജ പറഞ്ഞു, എൻ്റെ നന്ദിനി നീ ബഹളം വെക്കല്ലേ, ഞാൻ നേരെ പോയിട്ട് അവളെ വിളിച്ചുണർത്താന്ന് പറഞ്ഞു വേദയുടെ അടുത്ത് വന്നു. അങ്ങനെ വേദയെ വളരെ സ്നേഹത്തോടു കൂടി നമ്മുടെ ശ്രീജ തട്ടി ഉണർത്തുകയാണ്. ഏട്ടത്തി സമയം ഒരുപാട് വൈകിയല്ലേ, എനിക്കറിയില്ലായിരുന്നു ഏട്ടത്തി. ഏട്ടത്തി എന്നെ ഒന്ന് നേരത്തെ വിളിച്ചേക്കണം കേട്ടോ, ഞാൻ അറിയില്ല എന്നും പറഞ്ഞ് അവൾ പതുക്കെ എഴുന്നേറ്റു. ഇനി എന്തായാലും ബാത്റൂമിൽ പോയിട്ട് വരാമെന്നും പറഞ്ഞു നമ്മുടെ വേദ ബാത്റൂമിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇത്രയും അഹങ്കാരം പിടിച്ച് ഒരുത്തിയെ ഞാൻ ഈ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇവളെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് പോയാൽ മതിയെന്നും പറഞ്ഞ് നമ്മുടെ നന്ദിനി നിന്ന് കയറ് പൊട്ടിക്കുമ്പോൾ ശ്രീജ പറഞ്ഞു, എന്തിനാടി വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? നമ്മളെ പോലെ അവളും ഈ വീട്ടിലെ മരുമോളല്ലേ. പിന്നെ അവള് ഇത്രയും സൗകര്യങ്ങളിലൊക്കെ ജീവിച്ചിട്ട് ഇപ്പം ഇവിടെ നമ്മുടെ ഉമ്മകത്ത് വന്ന് ഇങ്ങനെ കിടക്കേണ്ടി വന്നല്ലോ. ആ ഒരു കാര്യമൊക്കെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അവളോട് ചുമ്മാ വഴക്കുണ്ടാക്കാൻ നിൽക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ശ്രീജ നമ്മുടെ നന്ദിനിയെ ആശ്വസിപ്പിക്കുകയാണ്. പക്ഷെ അവളാണെങ്കിൽ എവിടെ കച്ചറ ഉണ്ടാക്കാവൂ അവിടെയൊക്കെ നമ്മുടെ നന്ദിനി ഉണ്ടാകും. അങ്ങനെ നമ്മുടെ വേദ നേരെ പോകുന്നത് ബാത്റൂമിലേക്കാ. അപ്പൊ അവിടെ നമ്മുടെ വിക്രം നല്ല ഒന്നാന്തരം ഒരു കുളി പാസ്സാക്കിക്കൊണ്ട് നിൽക്കുക. സോപ്പൊക്കെ തേച്ച് മുഖത്തൊക്കെ സോപ്പൊക്കെ ഇട്ട് വെള്ളമൊന്നും ഒഴിക്കാണ്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയമാണ് വേദ വന്ന് ഡോറിൽ തട്ടുന്നത്. ആരാന്ന് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പം ആ മനസ്സിലായി, വേതാളമല്ലേ, എന്താ വന്നത്? എടാ വാതിൽ തുറക്കടാന്നും പറഞ്ഞ് അവള് ആ വാതിൽ ബലമായിട്ട് പിടിച്ച് തള്ളി തുറന്നിട്ട് വിക്രത്തിനെ എടുത്ത് പുറത്തേക്ക് ഇട്ടു. വിക്രമാണെങ്കിലോ, എടി അഹങ്കാരി നീ എന്തീ കാണിക്കുന്നതെന്ന് ചോദിച്ച് അവളുടെ പിന്നാലെ പോകുന്ന സമയമാണെങ്കിൽ അവള് ബാത്റൂമിൽ കയറി അവളുടെ ആ പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പതുക്കെ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് നമ്മുടെ ശ്രീജയും അതുപോലെ നന്ദിനിയും അവരുടെ ഭർത്താക്കന്മാരും കമലയും ഒക്കെ ഈ കാഴ്ചയും കണ്ട് നിൽക്കുന്നത്. എന്തൊരു വലിയ ഗുണ്ടയായിരുന്നു. ഇപ്പം വേദയുടെ മുന്നിൽ ഒരു പൂച്ചക്കുട്ടി നിൽക്കുന്നത് പോലെ അനുസരണയോടുകൂടി നിൽക്കുകയാണ്. വേദ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയതും, ഇനി വേഗം പോയി കുളിച്ചോ, മേത്ത് മുഴുവൻ സോപ്പ് പതയല്ലേ, പോയി കുളിച്ചിട്ട് വാടാന്ന് പറഞ്ഞു. അങ്ങനെ അവനാണെങ്കിൽ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി കാന്താരി എന്ന് പറഞ്ഞു അവൻ ദേഷ്യപ്പെട്ട് വീണ്ടും കുളിമുറിയിലേക്ക് കയറുക. ഈ സമയം നമ്മുടെ നന്ദിനി വന്നിട്ട് വേദയോട് ചോദിച്ചു, നിന്നോട് ആരാ പറഞ്ഞ ഞങ്ങളുടെ വീട്ടിലെ ബാത്റൂം യൂസ് ചെയ്യാനായിട്ട്? നീ ഇവിടുത്തെ ഒരു ഗസ്റ്റാ, ഏത് നിമിഷം വേണമെങ്കിലും നീ ഇവിടുന്ന് പോവാം, അതുകൊണ്ട് ബാത്റൂം ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ നന്ദിനി എതിർത്ത് പറയുന്ന സമയം 2 ഏട്ടന്മാരും നമ്മുടെ ശ്രീജയും കൂടി വേദയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക. ഇത് കേൾക്കുമ്പോഴാണെങ്കിൽ നന്ദിനിക്ക് നല്ല ദേഷ്യം വന്നു. ഈ വീട്ടില് ഒരുത്തി വന്ന് കയറിയതും പോരാ, അവളോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാല് ഈ വീട്ടുകാർ മുഴുവനും എൻ്റെ സൈഡല്ലേ നിൽക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾ വല്ലവരും എൻ്റെ സൈഡ് നിന്നോ? ഇല്ല, എല്ലാവരും അവൾക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നു. ഇങ്ങനെയുള്ള വീട്ടിൽ ഞാനിനി എന്ത് കാര്യം പറയാനാന്ന് പറഞ്ഞ് നന്ദിനി ദേഷ്യപ്പെട്ട് റൂമിലേക്ക് കയറി പോവുക. ഈ സമയമാണെങ്കിൽ നമ്മുടെ കമല കുറച്ച് നമ്മുടെ മുരിങ്ങയിലയൊക്കെ നുള്ളിക്കൊണ്ട് എന്തോ തോരനൊക്കെ ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുക.
ഈ സമയമാണെങ്കിൽ ദാ നമ്മുടെ ശ്രീജ ചായയുമായിട്ട് വന്നു. ശ്രീജ ചായ അമ്മയ്ക്കും അതുപോലെ നന്ദിനിക്കും ഒക്കെ കൊടുത്തു. അതിനുശേഷം അവളുടെ ഭർത്താവിന് കൊടുക്കാൻ തുടങ്ങുന്ന സമയമാണ്. ശ്രീജ നമ്മുടെ കമലയെ ഒന്ന് കണ്ണു കാണിച്ചു. അമ്മ എങ്ങനെയാ അമ്മ, ഞാൻ വേദയ്ക്ക് ഒരു കപ്പ് ചായ കൊടുത്തോട്ടെ എന്ന് ചോദിക്കുക. ഈ സമയം കമല മൗനമായിട്ട് ആക്ഷൻ കാണിച്ചു, കൊടുത്തോ മോളെ എന്നുള്ള രീതിയിൽ. അങ്ങനെ ചായ നമ്മുടെ വേദയ്ക്ക് കൊടുക്കാൻ പോകുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് സുധാകരൻ മാഷ് വരുന്നത്. മാഷിനെ കണ്ടതും അച്ഛന് ചായ വേണ്ടിയെന്ന് ചോദിച്ചു. ശ്രീജ വേഗം തന്നെ ആ കപ്പ് കാപ്പി എടുത്ത് മാഷിന്റെ കയ്യിലേക്ക് കൊടുക്കാൻ തുടങ്ങിയതും, അതിന് ഇതെനിക്ക് വേണ്ടി കൊണ്ടുവന്നതല്ലല്ലോ, എനിക്കുള്ള ചായയുമായിട്ട് കമല പാടത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത് നീ ആർക്കാണോ കൊടുക്കാൻ ഉദ്ദേശിച്ചത് അയാൾക്ക് തന്നെ കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ വേദ അവിടെ ഇങ്ങനെ ഇരിക്കുക. ഇപ്പൊ ചായ കിട്ടുമായിരിക്കും എന്നൊക്കെ ആലോചിച്ച് അങ്ങനെ ഇരുന്നതും ദാ നന്ദിനി ഉണ്ടല്ലോ, അവൾ ഇങ്ങോട്ട് വന്നിട്ട് ശ്രീജ കൊടുക്കാൻ വെച്ചിരുന്ന ചായ എടുത്തുകൊണ്ട് റൂമിലേക്ക് പോവാ. ഇതേ എൻ്റെ ഏട്ടന് കൊടുക്കാനാന്നും പറഞ്ഞ്. അന്നേരവും നമ്മുടെ വേദയ്ക്ക് നല്ല വിഷമമായി കേട്ടോ. വേദ ഒരു കാര്യം ആലോചിക്കുക. കുളിയൊക്കെ കഴിഞ്ഞ് അവളുടെ വീട്ടിലെ പൂജാമുറിയിൽ ചെന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം വെളിയിലിറങ്ങിയതും മുത്തശ്ശി കൊണ്ടുവന്ന് കൊടുക്കുന്ന കോഫിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് വേദ അങ്ങനെ ഇരിക്കുന്ന സമയമാണ് നമ്മളെ കാണിക്കുന്നത്. ദാ വിക്രത്തിന്റെ വീട്ടിലേക്ക് രണ്ടുപേര് വരുന്ന കാഴ്ച. അപ്പം എന്തായാലും അത് ആരാണെന്നുള്ള കാര്യമല്ലേ, നമ്മുടെ വേദയുടെ അമ്മയും അതുപോലെ മുത്തശ്ശിയുമാണ്. അപ്പം ഇവർ വന്നതും വിക്രം പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുകയാണ്. അവരുടെ അടുത്തേക്ക് എന്നിട്ട് വേദയുടെ മുത്തശ്ശിയല്ലേ, എന്തായാലും കണ്ടതിൽ വലിയ സന്തോഷമുണ്ട് മുത്തശ്ശിയുടെ കാല് തൊട്ട് ഞാൻ ചോദിക്കുകയാണ്, മുത്തശ്ശി എങ്ങനെയെങ്കിലും അകത്തിരിക്കുന്ന വേതാളത്തിനെ ഒന്ന് വിളിച്ചോണ്ട് പോകാവോ? ഞാൻ അത്രയും സഹി കിട്ടു. അവളെ ഇന്നലെ അവളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയിട്ടും നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് അവളെ തിരിച്ചെന്തിനാ ഇങ്ങോട്ട് വിട്ടത്? അവൾ എനിക്കൊരു വേതാളമായിട്ട് എൻ്റെ തലക്ക് മേലെ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. വിക്രത്തിന്റെ ഈ സംസാരമൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ വേദയുടെ മുത്തശ്ശിക്കും പത്മയ്ക്കും ഒക്കെ ദേഷ്യം വരികയാണ്. അങ്ങനെ അവരോടൊക്കെ പറഞ്ഞ് കൊച്ചുമോളെ എങ്ങനെയും ഒന്ന് വിളിച്ചോണ്ട് പോണോട്ടോ എന്ന് പറഞ്ഞ് അവനവന്റെ ബൈക്കും എടുത്ത് അവിടുന്ന് പോവുക. ഈ സമയമാണെങ്കിൽ കമല ആ കാഴ്ച കണ്ടു. കമല മാത്രമല്ല ശ്രീജയും ഒക്കെ ആ കാഴ്ച കണ്ടു. വേദയുടെ മുത്തശ്ശിയും അമ്മയും വന്ന കാഴ്ച. അങ്ങനെ അവർ രണ്ടുപേരും കൂടി വേദയോട് വിവരം പറഞ്ഞതും വേദ ഓടി വരിക. മുത്തശ്ശിയോടും അമ്മയോടും ഒക്കെ അടുത്ത് വന്നിട്ട് അവരെ രണ്ടുപേരും ചേർത്തങ്ങ് കെട്ടിപ്പിടിച്ചു. അതിനുശേഷം മോളെ നീ ഇത്രയും കഷ്ടതയിലാണല്ലോ ഇടി ജീവിക്കുന്നതെന്ന് ചോദിച്ച് പത്മ അവളോട് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. അമ്മ ഇവിടെ ഒരു കഷ്ടപ്പാടും ഇല്ലമ്മേ, അതെനിക്ക് വന്നു കയറിയ നിമിഷം തന്നെ മനസ്സിലായി. നിന്റെ ഭർത്താവ് ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയതേ ഉള്ളൂ. അവൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നിന്നെ അവൻ എത്രമാത്രം കാര്യത്തിലാ നോക്കുന്നതെന്ന് എനിക്ക് ഇവിടെ വന്നു കയറിയപ്പോ തന്നെ മനസ്സിലായെന്നും പറഞ്ഞ് ഇവര് വർത്തമാനം പറഞ്ഞ് ആ മുറ്റത്ത് തന്നെ നിൽക്കുന്ന സമയമാണ് സുധാകരൻ മാഷ് അങ്ങോട്ട് വരുന്നത്. കമല ഒരു അക്ഷരം പോലും മിണ്ടാണ്ട് ഇവരുടെ സംസാരമൊക്കെ കേട്ട് അങ്ങനെ നിൽക്കുക. അങ്ങനെ മാഷ് വന്നിട്ട് ഇതാരാ വേദമോളുടെ അമ്മയും അല്ലേ എന്ന് ചോദിച്ചു. നിങ്ങളെന്താ അകത്തോട്ട് കയറാതെ ഇവിടെ തന്നെ നിൽക്കുന്നത്? കമല നീ ഇവരെ അകത്തോട്ട് വിളിച്ചില്ലേന്ന് മാഷ് ചോദിക്കുക. ഞാനേ ഇപ്പൊ വിളിക്കാൻ തുടങ്ങുമായിരുന്നു, അവര് വന്നതേ ഉള്ളൂ മാഷെന്നും പറഞ്ഞ് കമല അവരെ രണ്ടുപേരെയും അകത്തോട്ട് ഇരുത്തുന്ന സമയമാണെങ്കിൽ വേദയുടെ അമ്മ ആ വീട്ടിൽ കയറിയതും ചുറ്റുപാടൊന്ന് കണ്ണോടിച്ചു. അതിനുശേഷം വേദയുടെ ബാഗ് ആ ഹാളിലിരിക്കുന്ന കാഴ്ച കണ്ടതും നിന്റെ സ്ഥാനം ഇതാണല്ലേ, നീ ഇവിടെയാണല്ലേ കിടക്കുന്നതെന്ന് ചോദിച്ചു. അമ്മ ഇങ്ങനെ ഒന്നും പറയരുതമ്മേ, എത്ര വന്നാലും വിക്രം നല്ലൊരുത്തനാണെന്ന് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും വിക്രത്തിന്റെ സ്വഭാവത്തിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. എനിക്ക് ഈ വീട്ടിൽ പരമസുഖമാണെന്നൊക്കെ പറഞ്ഞ് വേദ ഒരുവിധം മുത്തശ്ശിയോടും അമ്മയോടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ മടക്കി അയക്കുക. ഇങ്ങനെ ഇവര് സംസാരിച്ചു കൊണ്ടൊക്കെ ഇരിക്കുക. അപ്പൊ ഈ സമയമാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് വിക്രം തിരികെ വന്നു. വിക്രം വന്നതും വിക്രത്തിന്റെ വീട്ടിലേക്ക് രണ്ട് ഗസ്റ്റുകൾ വേറെ വരിക. മറ്റാരുമല്ല, വിക്രം ഒരുപാട് ആൾക്കാരെയൊക്കെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവന്റെ സഹായം സ്വീകരിച്ചിരിക്കുന്ന ഒരമ്മയും മോളും കൂടിയാ വന്നിരിക്കുന്നത്. വിക്രം ആണെങ്കിൽ ആ സമയം ചായയൊക്കെ കുടിച്ചുകൊണ്ട് വേദയുടെ അടുത്ത് അങ്ങനെ ഇരിക്കുക. രാവിലെ തന്നെ ഒരു ഫിൽറ്റർ കോഫി കുടിക്കുന്ന സുഖമുണ്ടല്ലോ മോളെ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സുഖമാണ്. എന്ത് ടേസ്റ്റായി ഈ ചായ. അങ്ങനെയൊക്കെ പറഞ്ഞ് വേദയെ എരിപിരി കയറ്റിക്കൊണ്ട് അവളുടെ അടുത്തിരുന്നു ചായ ആസ്വദിച്ച് കുടിച്ചുകൊണ്ടിരിക്കുക. വേദയാണെങ്കിലോ ഇവന്റെ കാലില് തിളച്ച ചായ ഒഴിച്ച ഒരു ഓർമ്മ നമ്മുടെ വിക്രത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ഒരു നിമിഷം ആ കാര്യം അങ്ങ് ആലോചിച്ചതും അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് കൈ രണ്ടും ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് വേദയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുക. അപ്പൊ ആ സമയമാണെങ്കിൽ വേദ പറഞ്ഞു, അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ, നിങ്ങളെ ആരോ മുറ്റത്ത് നിന്ന് വിളിക്കുന്നുണ്ട്, നിങ്ങൾ അങ്ങോട്ട് ചെല്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ആ അമ്മയും മോളെയാ. എന്താ ചേച്ചി ഇങ്ങോട്ട് വന്നേന്നും ചോദിച്ച് ആ ചേച്ചിയുടെ അടുത്ത് ചെന്നു. മോനെ
മോൾ എന്ത് ചെയ്താൽ സമ്മതിക്കുന്നില്ല. വിക്രത്തിനെ കാണണമെന്നും പറഞ്ഞ് മോള് ബഹളം വെക്കുക. ഇന്ന് മോള് സ്കൂളിൽ പോവാണ്. എന്തായാലും ഇതിനൊക്കെ കാരണക്കാരനായത് വിക്രമാണല്ലോ. എൻ്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം ഒരു ദിവസം പോലും എനിക്കവിടെ സമാധാനമായിട്ട് കഴിയാൻ പറ്റിയിട്ടേ ഇല്ലായിരുന്നു. വിക്രത്തിൻ്റെ സഹായം കൊണ്ട് മാത്രമാണ് ഇപ്പം ഒരു പ്രശ്നവും ഇല്ലാണ്ട് എനിക്ക് ആ വീട്ടിൽ താമസിക്കാൻ പറ്റുന്നത്. അതിൻ്റെ നന്ദിയും കടപ്പാടും ഒക്കെ എത്ര പറഞ്ഞാലും മതിയാവില്ല എന്നൊക്കെ പറഞ്ഞ് ആ അമ്മ അവരുടെ മോളെ കൊണ്ട് വിക്രത്തിന് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ കൊടുത്തു. അതിനുശേഷമാണെങ്കിലോ മോള് നന്നായിട്ട് പഠിക്കണം കേട്ടോ, മോള് പഠിച്ച് നല്ല മിടുക്കി കുട്ടിയാവണമെന്നൊക്കെ പറഞ്ഞ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഷേക്സ്പിയറിൻ്റെ ചില വരികളും ഒക്കെ നമ്മുടെ വിക്രം അവിടെ വെച്ച് ആ കുഞ്ഞു മോളോട് പറയുമ്പോൾ വേദ ഇതൊക്കെ കണ്ട് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും വിക്രം നല്ല രീതിയിൽ വിദ്യാഭ്യാസമുള്ള ഒരുത്തനാണെന്നും അവൻ എന്താ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്നും നമ്മുടെ വേദ തിരിച്ചറിയാൻ തുടങ്ങുകയാണ്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷത്തിലുള്ളത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വൈകുന്നേരം നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് വീക്ക് പ്രമോ വിശേഷമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, താങ്ക്